അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് വിശുദ്ധമായ മുഹറം മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ്. ഈ രാത്രി നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ, അതുപോലെ തന്നെ കടന്നു വരുന്ന വെള്ളിയാഴ്ചയുടെ പകൽ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ, പിന്നെ എന്ത് നന്മയാണ് നമ്മിലുള്ളത്? ഇത്ര മഹത്തരമായ ഒരു രാത്രിയും പകലും ഒക്കെ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നഷ്ടപ്പെടുത്തി കളയാതെ ഇബാദത്തുകൾ കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ അള്ളാഹുവിലേക്ക് അടുത്താൽ പടച്ച റബ്ബ് മനോഹരമായൊരു വർഷം നമുക്ക് നൽകി അനുഗ്രഹിക്കില്ലേ. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാത്രിയുടെയും പകലിൻ്റെയും മഹത്വം നമ്മൾ ഏത് സ്വലാത്ത് ചൊല്ലിയാലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ കണ്ട് സന്തോഷിക്കും. അള്ളാഹു അവിടെ നിന്ന് കണ്ട് സന്തോഷിക്കുന്ന സദസ്സായി ഈ സദസ്സിനെ മാറ്റി തീർക്കുമാറാകട്ടെ. എത്രയെത്ര മുറാദുകളുണ്ട്, എത്രയെത്ര സങ്കടങ്ങളുണ്ട്, എല്ലാ ലക്ഷ്യങ്ങളും അള്ളാഹു പൂർത്തീകരിക്കട്ടെ. സങ്കടങ്ങളെല്ലാം അള്ളാഹു അകറ്റി റാഹത്തായ ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. ചെറിയൊരു ബൈത്ത് ചൊല്ലാം അല്ലേ. أوقفت العمر عليه بمديح بين يديه فوضت الأمر إليه فاختر لي رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم ومدحت بطيبة طه ودعوت بطه الله ومدحت بطيبة طه وبدعت بطه الله أن يحشرني أواها بلواء رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم ووقفت على الأعتاب وبكيت له بالباب وبصفح دون عتاب قد جاد رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم وشكوت إليه ذنوبي فاستغفر لي محبوبي ورجعت بدون عيوبي من عند رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم وهناك طرحت فؤادي وهناك حلت أورادي وهناك طرحت فؤادي وهناك حلت أورادي فبلغت بطه مرادي فرأيت رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم وهناك أموت وأحيا والروح بطه تحيا وهناك أموت وأحيا والروح بطه تحيا فأكاد أناجي الواحيا في روض رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم سلامي على طيبة سلامي على الحرام صلى الله على محمد
സല്ലല്ലാഹു അലൈഹി വസല്ലം സലാമി അലാ ത്വാഹ സലാമി അലാ യാസീൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സലാമി അലാ സിദ്ദീഖ് സലാമി അലാ ഉമർ സല്ലല്ലാഹു അലാ محمد صلى الله عليه وسلم سلامي على الشهيد سلامي على القرار صلى الله على محمد صلى الله عليه وسلم അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹ്. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് പഠിച്ച ഒരു സ്വലാത്തുണ്ട്. മഹാനായ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു പതിവാക്കിയിരുന്ന സ്വലാത്ത്. ആ സ്വലാത്തിന് വലിയ മഹത്വമാണ് അല്ലേ? നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കാൻ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പ്രതിഫലങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ സ്വലാത്താണ് മഹാനായ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വലാത്ത്. ഒരു 11 തവണ നമുക്ക് ആ സ്വലാത്തൊന്ന് ചൊല്ലാം. എന്നിട്ട് ദുആ ഉൻ നജായും അതുപോലെ തന്നെ ദിക്റുൻ നജയും അതുപോലെ മറ്റു പല കാര്യങ്ങളൊക്കെ ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ആലമീൻ പരിപൂർണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വഇത്റതിഹി ബിഅദദി കുല്ലി മഅലൂമിൻ ലക് അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി യാ ഹയ്യു യാ ഖയ്യൂം. اللهم صل على سيدنا محمد وآله وعترته بعدد كل معلوم لك أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه يا حي يا قيوم. اللهم صل على سيدنا محمد وآله وعترته بعدد كل معلوم لك أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه يا حي يا قيوم. اللهم صل على سيدنا محمد وآله وعترته بعدد كل معلوم لك أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه يا حي يا قيوم. اللهم صل على سيدنا محمد وآله وعترته بعدد كل معلوم لك أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه يا حي يا قيوم. اللهم صل على سيدنا محمد وآله وعترته بعدد كل معلوم لك أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه يا حي يا قيوم. اللهم صل على سيدنا محمد وآله وعترته بعدد كل معلوم لك أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه يا حي يا قيوم. اللهم صل على سيدنا محمد وآله وعترته بعدد كل معلوم لك أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه يا حي يا قيوم. اللهم صل على سيدنا محمد وآله وعترته بعدد كل معلوم لك أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه يا حي يا قيوم. اللهم صل على سيدنا محمد وآله وعترته بعدد كل
معلوم لك أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه يا حي يا قيوم اللهم صل على سيدنا محمد وآله وعترته بعدد كل معلوم لك أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه يا حي يا قيوم കരുണാവാരിധിയായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണയല്ല. മഹാനായ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു പതിവാക്കിയ സ്വലാത്ത് ചൊല്ലിയതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളിലുള്ള വിഷമങ്ങളെല്ലാം നീ അകറ്റണേ അല്ല. ടെൻഷനില്ലാത്ത ഖൽബ് നൽകണേ അല്ല. സ്വസ്ഥതയുള്ള ജീവിതം നൽകണേ അല്ല. അസുഖബാധിതർക്ക് ആജിലായ ശമനം നീ നൽകണേ അല്ലാ. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് രക്ഷയുടെ ദിക്ർ ഇന്നലെ നമ്മൾ ചൊല്ലി. ഇൻഷാ അല്ലാഹ് ഇന്നും നമുക്ക് രക്ഷയുടെ ദിക്ർ കുറച്ച് ചൊല്ലണം. കാരണം മനസ്സറിഞ്ഞ് നമുക്കൊന്ന് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തണം. അള്ളാഹു എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين അർഹമുർ റഹീമായ കരുണക്കടലായ റബ്ബേ, പടച്ചവനെ,
ഈ രക്ഷയുടെ മന്ത്രങ്ങൾ ഞങ്ങൾ ചൊല്ലിയതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ രക്ഷ നൽകണേ അല്ലാ. ഒരുപാട് വേദനകളുണ്ട് അല്ലാ, പ്രയാസങ്ങളേറെയുണ്ട് അല്ലാ, സങ്കടങ്ങൾ ഒരുപാടുണ്ട് അല്ലാ. എല്ലാം അറിയുന്ന നാഥാ, എല്ലാ പ്രയാസങ്ങൾക്കും നീ പരിഹാരം നൽകണേ റബ്ബേ. യൂനുസ് നബിയെ മത്സ്യത്തിന്റെ വയറ്റിനകത്ത് നിന്ന് രക്ഷിച്ചെടുത്ത നാഥാ, ഞങ്ങളിൽ കടക്കെണിയിൽ പെട്ടവരുണ്ട്, മാരക രോഗങ്ങൾ കടിമപ്പെട്ടവരുണ്ട്, മാതാപിതാക്കൾക്ക് സന്താനങ്ങൾക്ക് തന്നെ രോഗമാണെന്ന് പറഞ്ഞവരുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, തൊഴിൽ സംബന്ധമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, എല്ലാവർക്കും ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് പരിഹാരം നൽകണേ അല്ലാ. നീ പരിഹാരം നൽകണേ അല്ലാ. നീ കൈവെടിഞ്ഞാൽ ഞങ്ങൾ എവിടെ പോകാനാണ് അല്ലാ. ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദദ് കൊണ്ട് നീ ഞങ്ങൾക്ക് ബറക്കത്ത് ചൊരിയണേ അല്ലാ. ഇനി രക്ഷയുടെ ഒരു ദുആയുണ്ട്, അതൊരു ആയത്താണ് അല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. മനസ്സറിഞ്ഞ് എന്താ അതിന്റെ ആശയം? റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ലലംന അൻഫുസന, ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തോട് അക്രമം ചെയ്തവരാണല്ലാ. ഫഇല്ലം തഗ്ഫിർ ലനാ വതർഹംന, നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ല എങ്കിൽ, നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ പരാജിതരിൽ പെട്ടുപോയേക്കും അല്ലാ. ആ ബോധ്യത്തിൽ ആ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് 11 പ്രാവശ്യം ചൊല്ലിക്കേ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷയുടെ ദുആയാണ്. ഈ ദുആ കൊണ്ട് അല്ലാഹു കാത്തു രക്ഷിക്കും എന്നുള്ളതാണ്. മാഷാ അല്ലാഹ്, മനസ്സറിഞ്ഞ് റബ്ബന ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. അർഹമുർറാഹിമായ കരുണക്കടലായ റഹ്മാനേ, പടച്ചവനെ, ഞങ്ങൾ ചൊല്ലിയ 2 ദിക്റുകൾ അത് വിശുദ്ധ ഖുർആനിലെ ആയത്താണല്ലോ അല്ലാഹ്. രക്ഷയുടെ ദുആവും രക്ഷയുടെ ദിക്റും ഞങ്ങൾ ചൊല്ലിയിട്ടുണ്ട്. നീ ഞങ്ങൾക്ക് രക്ഷ നൽകണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് നീ രക്ഷ നൽകണേ അല്ലാഹ്. തൗബയിലെ അവസാനത്തെ ആയത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് കൃത്യമായിട്ട് ഒന്ന് ഓതണം. 7 തവണ ഒന്ന് ഓത്. അല്ലാഹു സ്വീകരിക്കട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله
لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. അൽഹംദുലില്ലാഹ്, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇത് ഈ വെള്ളിയാഴ്ച രാവിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കട്ടെ. നമുക്ക് സങ്കടങ്ങളില്ലാത്ത സമാധാനം നിറഞ്ഞൊരു ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു കുഞ്ഞു കൊച്ച്, ചെറിയൊരു കുഞ്ഞ് വെന്റിലേറ്ററിലാണ്, വല്ലാത്ത പ്രയാസത്തിലാണെന്ന് അറിയിച്ചിട്ടുണ്ട്. യാ അല്ലാഹ്, എന്താണോ ആ കുഞ്ഞിന് ഖൈർ നീ അത് എളുപ്പാക്കണേ തമ്പുരാനെ. ആ കുടുംബത്തിന് ക്ഷമിക്കാനുള്ള മനസ്സ് നീ നൽകണേ അല്ലാഹ്. വല്ലാത്തൊരവസ്ഥയാണ് ഉമ്മ അല്ലേ, എത്ര നാളിങ്ങനെ ഗർഭം ചുമന്ന് നടക്കുക, പെട്ടെന്ന് പ്രസവിച്ച കുഞ്ഞ് വെന്റിലേറ്ററിലാവുക, ഒന്ന് കാണാൻ പോലും പറ്റാണ്ടിരിക്കുക. യാ റബ്ബി, വല്ലാത്തൊരു പരീക്ഷണാണ്. നിങ്ങൾ വിഷമിക്കരുതേ, നിങ്ങൾ സങ്കടപ്പെടല്ലേ. അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട്. ഖൈറല്ലാത്തതൊന്നും റബ്ബ് നമുക്ക് തരില്ലല്ലോ. പടച്ചവൻ എന്തെങ്കിലും ഖൈർ കണ്ടിട്ടുണ്ടാകും. പടച്ചവനെ എല്ലാ കാര്യങ്ങളും നീ ഖൈറിലാക്കി തരണേ അല്ലാഹ്. പ്രയാസങ്ങളിൽ നിന്ന് മുക്തമായ ജീവിതം നയിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാഹ്. ആത്മാർത്ഥമായി മനസ്സറിഞ്ഞിട്ട് ആമീൻ പറയാം. ഓരോരുത്തരുടെയും കൽബിൽ ഒരുപാട് മുറാദുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഉസ്താദിലേക്ക് ഹദിയ ചെയ്തവർ, അദ്ദേഹത്തിന് സ്ഥലം വാങ്ങാൻ ഹദിയ ചെയ്തവരൊക്കെ ഉണ്ട്. ഇപ്പോഴും ഹദിയ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. യാ റബ്ബി, ചിലർ ഉസ്താദ് ഒന്നുമില്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എന്നാലും 1 രൂപ 10 രൂപ അങ്ങനെയൊക്കെ ഹദിയ ചെയ്യുന്നവരുണ്ട്. അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വലുതാണ് മക്കളെ. ചില ആളുകൾ 1000 2000 ഒക്കെ ഹദിയ ചെയ്യുന്നവർ, അതിലേറെ ചെയ്യുന്നവരുണ്ട്. ഓരോരുത്തർക്കും കഴിവനുസരിച്ച് അവർ ചെയ്യുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വലുതാണ്. അള്ളാഹുവിൻ്റെ അടുക്കത് വലുതാണ്. അള്ളാഹു നിങ്ങളുടെ കണക്കിലേക്കൊന്നുമല്ല നോക്കണം, നിങ്ങളുടെ കൽബിലേക്കാണ്. ചിലർ പറയുന്നുണ്ട് ഉസ്താദ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് തന്നേനെ. ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ 10 രൂപ. യാ അല്ലാഹ്, 10 രൂപക്ക് 10 കോടിയുടെ വിലയുണ്ട്. അള്ളാഹുവിൻ്റെ അടുക്കൽ അതിലേറെ വിലയുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ കബൂൽ ചെയ്യട്ടെ. മനസ്സറിഞ്ഞ ആമീൻ പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് യാ റബ്ബനാ. കരുണാവാരിധിയായ അല്ലാഹ്, ഈ വിശുദ്ധമായ വെള്ളിയാഴ്ച രാവ്, ഈ വർഷത്തെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ്, മുഹറം മാസത്തിന് ആദ്യത്തെ വെള്ളിയാഴ്ച രാവ്, നിന്റെ മുന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഖായിബാക്കല്ലേ അല്ലാഹ്, തട്ടിക്കളയല്ലേ അല്ലാ. പടച്ചവനെ, നീ തഴഞ്ഞാൽ മുട്ടാൻ ഒരു വാതിൽ ഞങ്ങളുടെ മുൻപിലില്ല അല്ലാ. ഈ സ്വലാത്തുകളുടെ മദ്ഹുകളുടെ ഒക്കെ ബറക്കത്ത് കൊണ്ട് സമാധാനമുള്ള ഖൽബ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ആശ്വാസമുള്ള ഖൽബ് നൽകണേ അല്ലാ. പ്രയാസങ്ങളിൽ നിന്ന് മുക്തി നൽകണേ അല്ലാ. സ്വസ്ഥതയുള്ള ജീവിതം നൽകണേ അല്ലാ. കടക്കാർ വീട്ടിൽ കയറിയിറങ്ങുകയാണ് ഉസ്താദെ എന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, കടക്കണിയിൽ പെട്ടുപോയവർ, യാ റബ്ബനാ, കടങ്ങളെല്ലാം നീ വീട്ടണേ അല്ലാ, കടങ്ങളെല്ലാം നീ വീട്ടണേ അല്ലാ. ഈ വെള്ളിയാഴ്ച രാവിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ, ഞങ്ങളുടെ മനസ്സറിയുന്ന നാദാ, മനസ്സിലുള്ള മുറാദുകളെല്ലാം ഹാസുലാക്കണേ അല്ലാ. കടക്കാരനായി മരിപ്പിക്കല്ലേ അല്ലാ. ജനമധ്യത്തിൽ നാണം കെടുന്ന അവസ്ഥ നൽകല്ലേ അല്ലാ. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് തൊലിയുരിക്കപ്പെടുന്ന അവസ്ഥ നൽകല്ലേ അല്ലാ. എത്ര കടമുണ്ടെങ്കിലും നിന്റെ ഖജനാവ് വിശാലമാണല്ലോ റബ്ബേ. നീ ഞങ്ങൾക്ക് നൽകിയാൽ നിനക്കൊന്നും കുറഞ്ഞു പോകില്ലല്ലോ അല്ലാ. കടങ്ങളേറ്റെടുക്കണേ അല്ലാ. ജോലി ഖൈറായത് നൽകണേ അല്ലാ. ഉള്ളതിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. പ്രിയപ്പെട്ട പ്രവാസി സഹോദരങ്ങൾ, യാ റബ്ബനാ, ഈ സദസ്സിൽ പങ്കെടുക്കുന്നവരുണ്ട്, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്, ഉസ്താദെ തിരിച്ച് നാട്ടിലേക്ക് വരാൻ, പഠിച്ച പണി 18 നോക്കിയിട്ട് നടക്കുന്നില്ല, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മുക്തി ലഭിക്കാൻ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞവരുണ്ട്. യാ റബ്ബനാ, ഞങ്ങൾ എന്ത് പ്രയാസമാണോ അനുഭവിക്കുന്നത്, ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അതെല്ലാം ദൂരീകരിക്കണേ അല്ലാ. സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാ. എത്രയെത്ര രോഗികളാണ് പടച്ചവനെ ചൊറി ബാധിച്ച്, അതുപോലെ തന്നെ മറ്റു പല രോഗങ്ങളെ കൊണ്ട്, ആമവാദം ബാധിച്ച്, ആസ്മ ഉണ്ട്, അതുപോലെ തന്നെ ക്യാൻസർ ട്യൂമർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, വെന്റിലേറ്ററിൽ പോലും അഡ്മിറ്റ് ചെയ്തവർ, ഖൈറെല്ലാം നീ എളുപ്പമാക്കണേ അല്ലാ. ആജിലും കാമിലുമായ ശമനം നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. പടച്ചവനെ, കിടന്ന കിടപ്പിലായി പോകുന്ന അവസ്ഥകളിൽ നിന്ന് കാക്കണയല്ല. കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം നടത്തുന്ന അസുഖങ്ങളെ തന്ന് പരീക്ഷിക്കല്ലയല്ല. സ്വന്തം സന്താനങ്ങൾ പോലും അറപ്പോടെ വെറുപ്പോടെ നോക്കുന്ന ഒരവസ്ഥ തന്ന് പരീക്ഷിക്കല്ലയല്ല. പടച്ചവനെ, ഞങ്ങളുടെ പൊന്നുമക്കൾ ഞങ്ങളുടെ പ്രതീക്ഷകളാണ് അല്ലാ. വഴികേടിൽ നിന്ന് കാവൽ നൽകണയല്ല, ഹറാമുകളിൽ നിന്ന് കാവൽ നൽകണയല്ല, വ്യഭിചാരത്തിൽ നിന്ന് കാവൽ നൽകണയല്ല, മദ്യപാനത്തിൽ നിന്ന് കാവൽ നൽകണയല്ല, മാതാപിതാക്കളോട് അതവുള്ള മക്കളാക്കണയല്ല, ഉമ്മാടെ കഴുത്തിന് പിടിക്കുന്ന മക്കളാക്കല്ലയല്ല. പടച്ചവനെ, മാതാപിതാക്കൾക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ. യാ റബ്ബനാ, യാ റബ്ബനാ. ഈ സദസ്സിനെ സ്നേഹിക്കുന്നവർ, പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈറിൽ കൃത്യമായി പങ്കെടുക്കുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, അതിന്റെ വാഹകരായവർ, അവരെ നീ ഏറ്റെടുക്കണേ അല്ലാ, നീ കൈവെടിയല്ലേ അല്ലാ. സ്വബാഹുൽ ഖൈറിലൂടെ ജീവിതം മാറി മറഞ്ഞ പല ആളുകളുമുണ്ട്. യാ റബ്ബനാ, അത്തരം സന്തോഷ വർത്തമാനങ്ങൾ കേൾക്കാൻ ഞങ്ങൾക്ക് നീ പലയാവർത്തി തൗഫീക്ക് നൽകണേ അല്ലാ, തൗഫീക്ക് നൽകണേ അല്ലാ. യാ റബ്ബനാ, യാ റബ്ബനാ, നീയല്ലാതൊരു തുണയില്ല അല്ലാ, നീയല്ലാതൊരു തുണയില്ല അല്ലാ. നിന്റെ ഔലിയാക്കളല്ലാതെ വസീലയില്ല അല്ലാ. ഹബീബേ ഖുദാ മുഹമ്മദുർ റസൂലുള്ളാഹ്, തങ്ങളുടെ തിരുനോട്ടം ലഭിക്കുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാ. സിഹറുകൾ, കണ്ണേറുകൾ ബാത്തിലാക്കണേ അല്ലാ. സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാ. ഇണകളെ നന്നാക്കണേ അല്ലാ. നിസ്കാരമുള്ളവരാക്കണേ അല്ലാ. ഹറാമുകളിൽ നിന്ന് മുക്തമായ ജീവിതം നയിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. യാ റബ്ബനാ, യാ റബ്ബനാ. പടച്ചവനെ, വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണേ അല്ലാ. നിർമ്മാണത്തിലിരിക്കുന്നത് പൂർത്തീകരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. പടച്ചവനെ, വിവാഹപ്രായമെത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നീ നൽകണേ അല്ലാ. അനുയോജ്യരായ ഇണകളെ നീ നൽകണേ അല്ലാ. വിവാഹം ഉറപ്പിച്ചവരുണ്ട്, ഭംഗിയായി നടത്താൻ തൗഫീക്ക് നൽകണേ അല്ലാ. യാ റബ്ബനാ, ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാ. സിസേറിയൻ പറഞ്ഞത് എളുപ്പത്തിലാക്കണേ അല്ലാ, എളുപ്പത്തിലാക്കണേ അല്ലാ. റഹമുർ-റഹീമായ കരുണക്കടലായ റബ്ബേ, മക്കളില്ലാതെ വേദനിക്കുന്നവർ, തഹജ്ജുദിൽ കിടന്ന് പൊട്ടിക്കരയുന്നവർ, യാ റബ്ബനാ, ജനമധ്യത്തിലൂടെ നടന്നു പോകുമ്പോൾ
കുഞ്ഞുമക്കളെ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ എടുത്തു കാണുമ്പോൾ അവരുടെ കൽബ് ഇങ്ങനെ വിങ്ങുകയാണ് അല്ലാ, കൽബ് പൊട്ടിപ്പോവുകയാണ് അല്ലാ. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. നീ കൈവെടിയല്ലേ അല്ലാ, നീ കൈവെടിയല്ലേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ പലരും കബറുകളിലാണ്. എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. പടച്ചവനെ കബറിടം വിശാലമാക്കണേ അല്ലാ, സ്വർഗ്ഗപ്പൂന്തോപ്പാക്കണേ അല്ലാ. നാരകീയ അദാബുകളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ, നാരകീയ അദാബുകളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. യാ റബ്ബനാ യാ റബ്ബനാ. പടച്ചവനെ എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ കയ്യിൽ അമലുകളില്ല, പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ, പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. ഈ വെള്ളിയാഴ്ച രാവിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ നീ ഞങ്ങളെ പെട്ടെന്ന് വിളിക്കല്ലേ തമ്പുരാനെ. ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിലായി നൽകണേ അല്ലാ, നിന്റെ ത്വാഅത്തിലായി നൽകണേ അല്ലാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ യതീമുകളാക്കല്ലേ അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ പൊന്നുമക്കളുടെ മയ്യത്ത് കാണേണ്ട ദുരവസ്ഥ നൽകല്ലേ അല്ലാ. യാ റബ്ബനാ മരിക്കുന്നതിന് മുൻപ് പുണ്യഭൂമിയിൽ വന്നണയാൻ ഹബീബായ തങ്ങളുടെ റൗളയുടെ ചാര നിന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. കൽബ് പൊട്ടിയിട്ട് എൻ്റെ ഹബീബിന് സലാം പറയാൻ പലയാവർത്തി നീ ഭാഗ്യം നൽകണേ അല്ലാ, നീ ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് നീ ഒരുമിപ്പിക്കണേ അല്ലാ. തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ആമീൻ 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 برحمتك يا أرحم الراحمين. അല്ലാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് കൃത്യം 6 മണിക്ക് നമ്മുടെ സുബാഹുൽ ഖൈറുണ്ട്. വെള്ളിയാഴ്ചയിലെ ഈ കൊല്ലത്തെ ആദ്യത്തെ വെള്ളിയാഴ്ചത്തെ സുബാഹുൽ ഖൈറാണ്. അതിൽ ചില അത്ഭുതകരമായ ദുആകൾ പഠിപ്പിക്കുന്നുണ്ട്. ആ ദുആ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ ഒരു വർഷം നമുക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ട് ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ അത്ഭുതം നിറഞ്ഞൊരു സ്വലാത്ത് പഠിക്കാം. അതുപോലെ പെട്ടെന്ന് മരിക്കാതിരിക്കാനുള്ള ഒരു ദിക്റും കൂടെ പഠിക്കാം ഇൻഷാ അല്ലാഹ്. ഈ 3 കാര്യങ്ങൾ നമ്മൾ രാവിലെ 6 മണിക്കത്തെ സുബാഹുൽ ഖൈറിൽ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. കൃത്യമായി പങ്കെടുക്കുക. അള്ളാഹു ഇത്തരം ദീനിയായ ഉപദേശങ്ങൾ സ്വീകരിച്ച് ജീവിതത്തിൽ ചിട്ടപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സമാധാനമുള്ള ജീവിതം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.